കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന കുറച്ച് മന്ത്രങ്ങളെ പറ്റി. അപ്പം മന്ത്രങ്ങൾ എന്ന് വെച്ചാൽ എന്താ? മന്ത്രിക്കുക, അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ്സിനെ മാറ്റാനായിട്ട്, പോസിറ്റീവിൻ്റെ അഭാവം കൂട്ടാനായിട്ട്, പല ഐശ്വര്യങ്ങളും ഉണ്ടാവാനൊക്കെ ആയിട്ട് ഒരുപാട് മന്ത്രങ്ങൾ നമ്മുടെ സംസ്കാരം അനുസരിച്ച് നമുക്ക് പറയുന്ന 3300 കോടി ഭഗവാന്മാർ, ദേവതാ സങ്കല്പങ്ങൾ ഉണ്ടെന്ന് പറയും. 33 കോടി ഭഗവാന്മാരെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പം അങ്ങനെ ഓരോ ഭഗവാന്മാർ ഓരോ കാലഘട്ടത്തിൽ ഓരോ അവതാരങ്ങൾ എടുത്ത അവസ്ഥകൾ പറയാറുണ്ട്. അപ്പോൾ ഓരോ അവതാരത്തിന് പിന്നിലും ഓരോ ലക്ഷ്യങ്ങൾ പറയപ്പെടുന്നുണ്ട്. എല്ലാ മന്ത്രങ്ങൾക്കും ശക്തിയുണ്ട്. ശക്തിയില്ലാത്തതായിട്ട് ഒരു മന്ത്രങ്ങളും തന്നെ ഇല്ല. അപ്പം നമുക്ക് കേരളീയ താന്ത്രിക വിധിപ്രകാരം പറയുകയാണെങ്കിൽ ഒരു ഉപനയനം കഴിച്ച ഒരാൾക്ക് വൃത്തിയായിട്ട് പൂജാതി കർമ്മങ്ങൾ അറിയാവുന്ന ഒരാൾക്ക് സംസ്കൃത പദങ്ങൾ ചേർത്ത് ശുദ്ധവൃത്തിയായിട്ട് ഉപാസനയുള്ള ഒരാൾക്ക് ഗുരു ഉപദേശത്തോടി, കൂടാതെ തന്നെ ഒരു 5ലധികം ആചാര്യന്മാരുടെ നിർദ്ദേശത്തോടി പുതിയ മന്ത്രങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറയുന്നുണ്ട്. പുതിയ മന്ത്രങ്ങളെ നമ്മൾ വാക്കുകൾ ചേർത്ത് സൃഷ്ടിക്കുമ്പോൾ നമ്മൾ അക്ഷരങ്ങൾ ചേർന്ന മന്ത്രം അല്ലേ? അക്ഷരങ്ങൾക്ക് നാശമുണ്ടോ? ഒരിക്കലും നാശമില്ല. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച കാര്യങ്ങൾ ഇപ്പോഴും ഓർമ്മ നിൽക്കുന്നില്ലേ? പുസ്തകങ്ങൾ നശിപ്പിക്കാം, പക്ഷെ അക്ഷരങ്ങളെ നമ്മൾ പഠിച്ച അറിവിനെ നശിപ്പിക്കാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ ആ നാശമില്ലാത്ത വാക്കുകൾ ചേർത്ത അക്ഷരങ്ങൾ ചേർത്ത മന്ത്രങ്ങൾക്ക് പവറുണ്ട്. അത് കൃത്യമായ ഛന്ദസ്സോടുകൂടി, ഇപ്പോൾ ഓരോ മന്ത്രങ്ങൾക്കും ഓരോ ഛന്ദസ് പറയപ്പെടുന്നുണ്ട്. ആ ഛന്ദസ്സോട് കൂടി തന്നെ, അതായത് ഒരു ലോക്ക് നമുക്ക് തുറക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? താക്കോല് വേണം എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ഛന്ദസ്സോട് കൂടി ജപിക്കുന്ന മന്ത്രങ്ങൾക്കാണ് പൂർണ്ണ ഫലസിദ്ധിയൊക്കെ പറയപ്പെടുന്നത്. ഇപ്പം ഓം നമോ നാരായണായ, നമുക്കതിന് ഛന്ദസ് ആവശ്യമില്ല, അഷ്ടാക്ഷരമാണ്. ഛന്ദസ് എന്നാൽ ജപിക്കാം. ധ്യാന ഋഷി ദേവിയാസ്ത പരമാത്മാദേവത, അങ്ങനെ നമുക്കത് ജപിക്കാം. ഇപ്പം ഗായത്രി മന്ത്രം, വിശ്വാമിത്ര ഋഷി ഗായത്രി ഛന്ദസ് സീതാദേവത നമുക്ക് ജപിക്കാം, ഛന്ദസ് തൊട്ട് ജപിക്കാം. അതുപോലെ മഹാദേവൻ്റെ ഓം നമ ശിവായ, നമുക്ക് അതിന് വാമദേവ ഋഷി പങ്ക്തി ഛന്ദം സദാശിവ തിരുവദേവത. അപ്പം അങ്ങനെ ശിരോഭാഗം നമ്മുടെ മുഖവും സങ്കല്പിച്ച് ഈ മൂക്കിൻ്റെ താഴെ ഹൃദയം, ഇങ്ങനെ 3 ഇടത്തായിട്ടാണ് ഛന്ദസ് വിടുക. ഇതൊക്കെ എല്ലാ മന്ത്രങ്ങൾക്കും പവറുണ്ട്. പ്രത്യേകിച്ച് നിർബന്ധമായിട്ടും എല്ലാവരും ജപിക്കുകയെന്ന് വെച്ചാൽ അഷ്ടാക്ഷരവും പഞ്ചാക്ഷരവും ഹരേ രാം ഹരേ കൃഷ്ണ, അതുപോലെ നമുക്ക് മംഗളസൂക്തങ്ങൾ, അതായത് മംഗളം നല്ലത് സംഭവിക്കാനുള്ള സൂക്തങ്ങൾ ധാരാളം പറയപ്പെടുന്നുണ്ട്. ഭാഗ്യസൂക്തമുണ്ട്, സമാസൂക്തമുണ്ട്, ശ്രീസൂക്തമുണ്ട്, ശ്രീകര സൂക്തമുണ്ട്. അങ്ങനെ ഭദ്രകാളി ഇഷ്ടസൂക്തം, ശിവന്റെ ഇഷ്ടസൂക്തം, വിഷ്ണുവിൻ്റെ ഇഷ്ടസൂക്തം, നാരായണ സൂക്തം, ഒരുപാട് സൂക്തങ്ങൾ പറയുന്നുണ്ട്. സഹസ്രനാമങ്ങൾ പറയപ്പെടുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ സമയവും സാഹചര്യവും അനുസരിച്ചാണ് നമുക്കിരിക്കുക. നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്രധാനമായിട്ടും 8 ദേവന്മാരെ പ്രധാനമായിട്ടും ഭജിക്കണമെന്നാണ് പറയുന്നത്, നിർബന്ധമായിട്ടൊരു ദിവസം. ഒന്നാമത് തന്നെ നമുക്ക് ഗണപതി ഭഗവാനും, മഹാവിഷ്ണു ഭഗവാനും, ദുർഗാ ഭഗവതി, മഹാദേവനും, സുബ്രഹ്മണ്യസ്വാമി, ശാസ്താവ്, ശങ്കരനാരായണ സ്വാമി, അതുപോലെ തന്നെ ഭദ്രകാളി. അപ്പം ഇങ്ങനെ 8 പേരെ നിർബന്ധമായിട്ട് എന്നും ഭജിച്ചിരിക്കണം എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഈ 8 പേരുടെ മന്ത്രങ്ങളൊക്കെ നമ്മൾ നിത്യം ജപിക്കുകയാണെങ്കിൽ ഏറ്റവും ഗുണകരമാണ്. നമുക്ക് വരുന്ന നല്ലൊരു തരത്തിൽ ദുരിതങ്ങളെ മാറിക്കിട്ടാൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. പെട്ടെന്ന് ഈ 8 ഭഗവാന്മാരുടെ മന്ത്രങ്ങൾ നമുക്ക് കിട്ടാവുന്ന മന്ത്രങ്ങൾ നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഫലശുദ്ധി ചെയ്യുന്ന മന്ത്രങ്ങളായവയല്ല. ഇപ്പോൾ നമുക്ക് ജപിക്കാൻ ഏതൊക്കെ മന്ത്രങ്ങളാണ് നമുക്കറിയാവുന്ന മന്ത്രങ്ങളൊക്കെ നമുക്ക് ജപിക്കാം. കീർത്തന പുസ്തകങ്ങളിലൊക്കെ ധാരാളം മന്ത്രങ്ങളെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ശുദ്ധവൃത്തിയായിട്ട് മനസ്സേകാഗ്രമായിട്ട് നമ്മൾ ജപിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ 5 തിരിയിട്ട വിളക്കിൻ്റെ മുമ്പിൽ ജപിക്കുന്ന മന്ത്രങ്ങൾക്ക് പ്രത്യേക ഫലസിദ്ധിയായിട്ട് പറയപ്പെടുന്നുണ്ട്. 5 തിരി എന്ന് വെച്ചാൽ കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, പിന്നെ വടക്കിനും കിഴക്കിനും ഇടയ്ക്കായിട്ട് ഈശാന കോണം എന്ന് പറയും. അപ്പോൾ ആ ഈശാന കോണിലേക്ക് തിരിയിട്ട് 5 തിരിയിട്ട് നമ്മൾ ഭദ്രദീപം എന്ന് തന്നെ പറയുന്നത്. ഭദ്രദീപം കൊളുത്തി നമ്മൾ ജപിക്കുന്ന മന്ത്രങ്ങൾക്ക് ഏതൊരു മന്ത്രമായാലും നമുക്കതിന് ഫലസിദ്ധി ഉണ്ടാവും. പറഞ്ഞ കഴിവതും ഈ പറഞ്ഞ 8 ദേവന്മാരുടെ മന്ത്രങ്ങൾ നിത്യം ജപിക്കുക. ഛന്ദസ് തൊട്ട് നമുക്ക് മന്ത്രങ്ങൾ ജപിക്കുക. ഛന്ദസ്സോടെ ജപിച്ചാൽ ഇരട്ടി ഫലമാണ്. ഛന്ദസ് ഇല്ലെങ്കിൽ നമുക്ക് അറിയാൻ വയ്യെങ്കിൽ ഓം ഋഷി, ഓം ഛന്ദ, ഓം ദേവത, ഇങ്ങനെയായിരുന്നു നമുക്ക് ജപിക്കാം. ഛന്ദസ് അറിയത്തില്ല എങ്കിൽ. അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ 8 ദേവതാ സങ്കല്പങ്ങളുടെ മന്ത്രങ്ങൾ, ഇപ്പം നമ ശിവായ പറഞ്ഞു, ഓം നമോ നാരായണായ എന്ന് പറഞ്ഞു,
ഭദ്രകാളിയുടെയാണ് ഓം ഐംക്ലീം സോം ഹ്രീം ഭദ്രകാളി എന്ന് നമുക്ക് ജപിക്കാം. ദുർഗാഭഗവതിയാണ് ഓം ഹ്രീം ദുർഗായി എന്ന് നമുക്ക് ജപിക്കാം. വേലായുധ സ്വാമിയുടെ ആണെങ്കിൽ ഓം ഭജഭുവേ നമുക്ക് ജപിക്കാം. ഇപ്പം ശാസ്താവിൻ്റെ ആണെങ്കിൽ നമുക്ക് സ്വാമിയെ ശരണയ്യപ്പ നമുക്ക് പറയാം. അല്ലെ പിന്നെ നമുക്ക് ഓം ഘൃം നോപ്പരായ ഗോപ്ത്രേ എന്ന് നമുക്ക് ജപിക്കാം. അങ്ങനെ ഓരോ ദേവതാ സങ്കല്പങ്ങൾക്കും ഓരോരോ മൂലമന്ത്രങ്ങൾ ധ്യാനങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്കത് നമ്മൾ പ്രാർത്ഥനാ പുസ്തകത്തിലുള്ളതുപോലെ ഉപദേശം വേണ്ടതുണ്ട്, ഉപദേശം വേണ്ടാത്തതുണ്ട്. ഉപദേശം വേണ്ടാത്തതായിരിക്കും മിക്ക കീർത്തന പുസ്തകങ്ങളും പ്രാർത്ഥനാ പുസ്തകങ്ങളും കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളത് കഴിവതും ജപിക്കുക. അപ്പം അതുപോലെ ഈ പറഞ്ഞ ഓം ചേർത്ത് ജപിക്കേണ്ട വലിയ മന്ത്രങ്ങളൊക്കെ ഉണ്ട്, വലിയ സൂക്തങ്ങളും സ്തോത്രങ്ങളും ഒക്കെ പറയപ്പെടുന്നുണ്ട്. അതൊക്കെ നല്ല ഒരു ആചാര്യനിൽ നിന്നും ഉപദേശം വാങ്ങിയ ശേഷം ജപിക്കുക. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്ത വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക.